കുഴപ്പമൊന്നുമില്ല. ഒരെണ്ണം ചെറിയൊരു കൺഫ്യൂഷൻ അഡ്ജസ്റ്റ് ചെയ്യാൻ പറഞ്ഞതുകൊണ്ടല്ല, അതൊന്നും ഇത്തിരി ലെവൽ ഹൈ ആയി കയറി നിൽക്കുക. അപ്പോൾ അതിൻ്റെ ഒരു മനസ്സിലായില്ല. അതാണ് രാത്രിയായിട്ടോ നല്ല ലെവൽ കുറഞ്ഞാൽ പോകണം. ഔട്ട്ലെറ്റ് അതിൻ്റെ ഒരു ചെറിയ വിഷയം. ഞാൻ എല്ലാം കണക്കൂട്ടി വെക്കേണ്ടി നോക്കട്ടെ അതെങ്ങനെയാണ്. എന്നിട്ട് നാളെ തൊട്ട് വൈകിട്ടത് സെറ്റ് ചെയ്യും. ബാക്കി കുഴപ്പമില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് ഫോണിനെ കൊണ്ടൊന്ന് ചാർജ് കയറുന്നു. ജസ്റ്റ് എല്ലാം നോക്കട്ടെ. ഇതെല്ലാം ചെയ്യാം. കുറച്ച് നേരം പുറത്തൊക്കെ നിൽക്കണം. രാത്രി തന്നെ എന്നെ ബോറടി, ഉറങ്ങി തൂങ്ങും ഇവിടെ ഇരുന്ന്. അപ്പോൾ ഫോണൊന്ന് ഞാൻ ചാർജ് ചെയ്തിട്ടു. ചേരാൻ കൺട്രോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഞാൻ കൺട്രോൾ ചെയ്തുകൊണ്ട് ഞാൻ പോയി ഒന്നും കൂടി ഫുഡ് കഴിക്കും. മനസ്സിലായില്ല? അതാണ് ഫുഡ് കഴിച്ചിട്ട് ആ പരിപാടിയൊന്നുമില്ല. സമയം പോകണമെന്ന് അറിഞ്ഞൂടാ. പറന്ന് 2-3 സാധനം നോക്കാം. അത്ര ഇനി അടുത്ത 6 മണിക്കും കൂടി എന്തോ ഒരു ഫോട്ടോ പിടിച്ചു. ഇത് തന്നെ കേട്ടോ. നേരം സൂര്യ ഒന്നുമില്ല. വൈറ്റി പോലെ ആയി. ഇനി ഫുഡ് കഴിക്കട്ടെ. രാവിലെ കട്ടാൻ പോയെല്ലാം കൂടി ഒന്ന് നോക്കട്ടെ. ഞാൻ പറഞ്ഞല്ലോ ഒരെണ്ണം ഡൗട്ടുള്ളത്, അത് ഇത്തിരി പണിയായി കട. ഇത് ലെവലൊന്ന് ഡൗൺ ആക്കണം. സൺറൈസ് ഒന്നും നോക്കണ്ട, കാണാൻ ഒരു ഭംഗിയൊന്നുമില്ല. സൺറൈസ് ഇവിടെ കൂടിയാണ്. ഇവിടെ ഒന്ന് പൊങ്ങി ഇവിടെ വന്ന് രാത്രി നോക്കണം. അങ്ങനെ അപ്പോൾ ആദ്യം ഒന്നും കൂടി കമ്പ്യൂട്ടറെല്ലാം ഒന്ന് നോക്കട്ടെ. കുഴപ്പമൊന്നുമില്ല കേട്ടോ. എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. പോയി ലൈറ്റെല്ലാം ഒന്ന് ഓഫ് ചെയ്യും. പ്രത്യേകത ഉണ്ടോ? 5 മിനിറ്റ് എത്ര അടിച്ചോ? 1 2 3 4 5 ക്യാൻഡിലുണ്ടാണോ അതുവരെ എത്തിയത്? 6 വേണമെങ്കിൽ പറയാം. 1 2 3 4 5. ഈ സമയത്ത് ഞാൻ ഇല്ലായിരുന്നു, ഞാൻ നോക്കിയില്ലായിരുന്നു ഈ സമയം. ഒരു 3 മിനിറ്റ് എടുത്താൽ കിട്ടുമോ? 3 മിനിറ്റ് എടുത്താൽ പിന്നെ 3 മിനിറ്റിനുള്ള 1 മിനിറ്റ് നമുക്ക് കിട്ടൂലല്ലേ? അത് 1 മിനിറ്റിലെ മൂവ്മെൻ്റ് ആണ് കേട്ടോ ഇത്രയും വരുന്നത്. ബിറ്റ്കോയിൻ വാറൻ്റ് ഇമ്പാക്റ്റ് ആണോ അതോ മാനിപ്പുലേഷൻ ആണോ എന്ന് അറിയത്തില്ല. അതാ ന്യൂസ് ട്രേഡ്. ഞാൻ ആ സമയത്ത് ഇല്ലായിരുന്നു, ഞാൻ ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്നും കൂടി, അല്ലെങ്കിൽ 4 മണിക്കുള്ള അനാലിസിസ് ചെയ്യണമായിരുന്നു. ഞാൻ കിട്ടിയായിരുന്നു തന്നെ ചിലപ്പോൾ. 4 മണിക്കുള്ള എന്ന് പറയുമ്പോൾ എത്ര? 30, 1 മണിക്കൂർ, അരമണിക്കൂർ, 5:30 കിട്ടുമായിരുന്നു. പിന്നെ പറയാനും പറ്റില്ല. അതിൻ്റെ ഇത് വെച്ച് നോക്കിയാൽ ആണ് പോവേണ്ടത്. പെട്ടെന്നുള്ള മാനിപ്പുലേഷനിൽ വന്നതാണ്. കൺഫേമാണ് മാത്രം കിട്ടുള്ളൂ. ഈ ട്രേഡ് എന്തായാലും എനിക്കിത് കിട്ടൂല. പ്യുവർ മാനിപ്പുലേഷൻ. എൻ്റെ ഇതിൽ പറഞ്ഞാൽ അത് തന്നെ. പിന്നെ ഇത് വന്ന് വീണ്ടും ഈ ക്യാൻഡിൽ വന്ന് ഈ ക്യാൻഡിലും കൂടി ഞാൻ എടുക്കും. പക്ഷെ അത് റിസ്കി ട്രേഡാണ്. അതുകൊണ്ട് ഇത് വിടും. ഇതെനിക്ക് വീണ്ടും താഴെ പോകുന്നതാണ് തോന്നണം. എന്തെങ്കിലും ആവട്ടെ, ഒന്നും ചെയ്യാൻ പറ്റൂല. അത് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റണമല്ലല്ലോ. അല്ലെങ്കിൽ ഇനിയിപ്പോൾ കുറച്ച് നേരം സൈഡ് ബേസ് ആയിരിക്കും. ഒരു 12 മണി വരെ നോക്കാം. 12 മണി ഞാൻ കാണൂല. പിന്നെ അടുത്ത് 6 മണിക്കുള്ള നോക്കാം എങ്ങനെയാണ്. എല്ലാത്തിലും അത് തന്നെ. എല്ലാത്തിലും ഡൗൺ വന്നിട്ടുള്ള ആ സമയത്ത് 6 മണി തൊട്ട് ഇതില്ല ടൈം. എൻ്റെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം എത്ര മണിക്കുള്ള 5-5 മുമ്പുള്ളത്, അതായത് 4:30 കറക്റ്റ് ഡൗൺ ആവുന്നിരിക്കും. അത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റണതേ അല്ല. ജസ്റ്റ് മേളിൽ കയറി ഒരടി താഴെ, അങ്ങനത്തെ ഒരു പ്യുവർ ട്രാപ്പിംഗ്. ഒക്കെ അത് ബയ്യേ ചെയ്യുള്ളൂ. എല്ലാവരും ബയ്യേ ചെയ്യുള്ളൂ. എല്ലാവരെയും ആസാക്കി വന്ന പരിപാടിയായിരുന്നു. അതായത് യൂറോ USD അങ്ങനെ എല്ലാത്തിലും അങ്ങനെ തന്നെയായിരുന്നു. ഞാൻ എടുത്തില്ലല്ലോ, നോക്കിയില്ലല്ലോ.
ആ ഞാൻ എല്ലാം ഒന്ന് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു വീണ്ടും. ഇനിയിൽ തൊടൂല, ഇനി വൈകുന്നേരം തന്നെ ഡ്രസ്സൊക്കെ മാറി സെറ്റായി. ഇനി പോയി കിടന്നാൽ ഉറങ്ങട്ടെ. വേറെ പരിപാടിയൊന്നുമില്ല. എണീറ്റതിന് ശേഷം കാപ്പി പിടിക്കും, അതിന് പോയി ഉറങ്ങട്ടെ. എൻ്റെ ഉറക്കേ പോയി, ഉറക്ക് റെഡിയാവണില്ല. ചെറുതായിട്ടൊന്ന് ഉറങ്ങി എണീറ്റതും ഫ്രിഡ്ജ് എടുത്തുകൊണ്ട് പോയി. പിന്നെ ഞാൻ കുറച്ച് നേരം തന്നെ എണീറ്റ്, ഒരു പോയതിന് ശേഷം എണീറ്റ് ഉറക്കം അങ്ങ് പോയി. എപ്പോൾ പോയെന്നൊന്നും അറിഞ്ഞൂടാ. കിടന്നിട്ട് പിന്നെ ഉറക്കം വരണില്ല. എന്നാൽ തല വേദനിക്കണമെന്ന് വെച്ചാൽ തലയും വേദനിക്കും. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. ഫ്രിഡ്ജ് എടുത്തിട്ട് പോയി ഫുഡ് റെഡിയാക്കി കഴിച്ചിട്ട് കിടന്നിട്ട് ഉറക്കം വരില്ല. ഞാൻ എന്ത് ചെയ്യും? തലവേദന പക്ഷെ ഉറക്കം വന്നില്ല. ഡ്യൂട്ടി മാറിയണ്ടേ ഒരു കയറ സമയമായി. ഇനി 10 മിനിറ്റും കൂടി ഉണ്ട്. ഇപ്പോഴാണ് ഉറങ്ങി എണീറ്റത് തന്നെ. കാരണം മനസ്സിലായല്ല, 6:52. ഉറക്കം ഇതാവണില്ലായിരുന്നു, പിടിക്കണില്ലായിരുന്നു. ഏകദേശം 2:30 ഞാൻ ഉറങ്ങിയത്. 2:30 തൊട്ട് ഈ 6:15 ഉറക്കം എണീറ്റ്. അതാണ് കാര്യങ്ങൾ. ഞാൻ പോയി ഒന്ന് കമ്പ്യൂട്ടറിലൊന്നെല്ലാം സെറ്റ് ചെയ്തിട്ട് ഭംഗിയാണ്. കണ്ട താഴെ ഗോൾഡ്, മേളിൽ മൗണ്ട്, അതിൻ്റെ മേളിൽ ഗോൾഡ്, ഒരു നക്ഷത്രം. ഞാൻ എല്ലാം കുഴപ്പമില്ലാതെ പോയി. ഒരെണ്ണം ഇത്തിരി തലവേദന കേസാണ്, അതിന് റെഡിയാക്കി ചെയ്യണം. അല്ലോപ്പ് എന്ന് പറഞ്ഞു അത് ഏകദേശം 40 അടുപ്പിച്ച് കുറയ്ക്കണം. അത് റിസ്കിയാണ്, നല്ല ലെവലായിട്ട് ഇരിക്കുക. അപ്പോൾ അതിനൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ബാക്കിയെല്ലാം കുഴപ്പമില്ലാതെ പോകുന്നു. ഇനി അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് നമ്മളത് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് ന്യൂസ് ലൈഫ് അഡ്ജസ്റ്റ് ചെയ്യണം. 2 അതായത് ഫറക്കിയ സാറും മറ്റേ ജസ്റ്റ് നോക്കി അങ്ങ് വിട്ടാൽ മതി. പിന്നെ ഒരെണ്ണം എന്ന് പറഞ്ഞാൽ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കണം, ഒരെണ്ണം കുറയ്ക്കണം. അത് വണ്ടി പോയതിന് ശേഷം വിളിച്ച് സെറ്റാകും. ലെവൽ ഡൗൺ ആയാൽ അല്ല, കുറച്ചും കൂടി ലെവൽ കൂടിയ പോയി സൈഫ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അത് തന്നെ ഉള്ളൂ. രാത്രി ക്ലോറിനേഷൻ്റെ വണ്ടി വന്നു കേട്ടോ. പോണിപ്പോൾ അങ്ങനെ അവരിറങ്ങി. ഞാനിവിടെ ചുമ്മാ കുറച്ചേരം ഇരിക്കുകയാണ്. ഇനിയിപ്പോൾ പോകണമെന്ന് ഇപ്പോൾ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ എല്ലായിടും ഒന്ന് റൗണ്ട് അടിക്കും. അത് അങ്ങനെ ചെയ്യും. ഓക്കെ, അതിന് ഇഷ്ടമാണ്. കമ്പ്യൂട്ടർ ബേസ് ഇപ്പോൾ കുഴപ്പമില്ല. വന്നിട്ട് ഒന്നുകൂടി നോക്കണം. കുഴപ്പമില്ല, സെറ്റാണ്. ക്ലോറിനേഷൻ്റെ അവിടെ എത്തി. ഇതിൻ്റെ ഇടയിൽ കൂടി ഞാൻ ചാടി. എവിടെയും കുഴപ്പമില്ല, സെറ്റാണ്. കണ്ട അടുത്തടുത്ത് കാണാൻ പറ്റൂല, ജസ്റ്റ് ഫ്ലാഷ് അടിച്ച് നോക്കിയിട്ട്. അടുത്തുള്ളതെന്ന് പറഞ്ഞാൽ ഇൻലെറ്റിൻ്റെയും ഔട്ട്ലെറ്റ് മീറ്ററിൻ്റെയൊക്കെ ഫോട്ടോ എടുക്കും, വീഡിയോ എടുക്കാം, ഫോട്ടോ എടുക്കാവുന്നതാണ്. ഇത് ഇൻലെറ്റാണ്. ഫ്രിഡ്ജ് കൊണ്ടുവയ്ക്കാൻ വരും ടീം. അപ്പോഴതനുസരിച്ച് എൻ്റെ ലൈറ്റിൻ്റെ സെറ്റ് ചെയ്യാം പറയാം. ഇനി അടുത്ത് മീറ്ററിൻ്റെയും കൂടി എടുക്കണം. ഇനി അടുത്തുള്ളതെന്ന് പറഞ്ഞാൽ എല്ലാം ഒന്ന് എഴുതി വയ്ക്കണം. എഴുതിയിട്ടില്ല ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഫുള്ളിതാ എല്ലാം ഡീറ്റെയിലായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. റീഡിങ് എഴുതി കഴിഞ്ഞ് ഇനി ഇത് മാത്രം അടിച്ചാൽ മതി. അതായത് കോൾ അടിച്ച് വെച്ചാൽ ഫയലിൻ്റെ ഇതിനകത്ത് എല്ലാം ഏകദേശം കംപ്ലീറ്റ് ആയിട്ട്. ഇനി അത് കമ്പ്യൂട്ടറും കൂടി നോക്കണം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി. ഇനി ഏകദേശം 200 സൈഫയിൽ ഇൻലെറ്റ് പറഞ്ഞുണ്ട്. അതിന് ഏകദേശം 30 അടുപ്പിച്ച് കുറയും. കാരണം അല്ലെങ്കിൽ ഇനി കുറച്ചില്ലെങ്കിൽ നല്ല കുറയ്ക്കേണ്ടി വരും. ലെവൽ നല്ല ഡൗൺ ആക്കേണ്ടി വരും. എങ്കിൽ നമ്മൾ ഒട്ടും പോകില്ല. ഇപ്പോഴേ കുറച്ച് വെച്ചില്ലെങ്കിൽ 150 അത് വെക്കേണ്ടി വരും. അത്രയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഔട്ടൊന്നും പോകില്ല. ഒന്നാമത് ഇപ്പോഴേ പോകണില്ല, കുറച്ചാണ് പോണത്. നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുന്നത്, എന്നാലേ നമ്മൾ ഔട്ട് ഇപ്പോഴെങ്കിലും ഇറങ്ങുള്ളൂ. പിന്നെ അപ്പം ഞാൻ അത് സെറ്റ് ചെയ്തിട്ട് ഒക്കെ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എല്ലാം ഓക്കെയാണ്. ഇനി ഉള്ളതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ട് വേണം ഫുഡ് കഴിക്കാൻ പോകും.
താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്.